log into your Genomia website. Already you have the module, or any other module website which you are using. First of all, turn our editing on. Okay, editing on, and add an activity. You can see workshop there. You have to put the workshop name. Okay, so I'm creating the same assignment. You can put the workshop name as task, course outcome and quality check. That was the assessment given in the LMS. The same name we can provide there. And there should be a description about the whole process, the assessment, the activity, the assignment, then the assessment, etc. So I've already prepared. But task idana. The task is designed for framing a set of quality course outcomes related to a course of your interest, or to evaluate the course outcome that you have already prepared based on 4 quality criteria. Moreover, you will have to evaluate the work of a few of your peers based on the 4 quality check and submit the scores. That's നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കോഴ്സ് ഔട്ട്കംസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ഓൾറെഡി ഡിഫൈൻഡ് ആണെങ്കിൽ അതൊന്നുകൂടെ ചെക്ക് ചെയ്യുന്നു, ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യുന്നു. അതിന് ഒരു 4 ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്നുണ്ട്, എങ്ങനെ അത് ചെക്ക് ചെയ്യണം. ഇതൊരു സ്റ്റേജ് ബൈ സ്റ്റേജ് ടാസ്ക് ആണ്. ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്, കാരണം ഇത് സബ്മിറ്റ് ചെയ്യാൻ ഒരു ടൈമുണ്ട്, അസസ് ചെയ്യാൻ ഒരു ടൈമുണ്ട്, ഒരു ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സബ്മിഷൻ സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാം ഡെഡ് ലൈനിൽ. Then last stage will be the assessment stage, where you must evaluate and score the works of your peers that are allotted to you and submit the scores based on the criteria provided. ഒരു ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്നുണ്ടാവും, അതിനെ ബേസ് ചെയ്തായിരിക്കണം ഇവാലുവേഷൻ നടക്കേണ്ടത്, അല്ലെങ്കിൽ റൂബ്രിക്സ് എന്താണോ നമ്മൾ കൊടുക്കുന്നത്. You have to submit the assignment. Your final grades will be published at the end of the LMS activity. This task is okay, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ടാസ്ക് ആണ്. ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു, ഇത് പേജിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തു. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടണം കേട്ടോ. നിങ്ങളൊപ്പം വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഗ്രേഡ് ഫോർ സബ്മിഷൻ, അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. 80 ആണ് ഇപ്പൊ കിടക്കുന്നത്, 80 തന്നെ തൽക്കാലം കീപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 50 ആക്കാൻ വേണമെങ്കിൽ. അതായത് സബ്മിഷന് നമ്മളൊരു ഗ്രേഡ് കൊടുക്കുന്നു, അസസ്മെന്റിന് വേറെ ഒരു ഗ്രേഡ് കൊടുക്കുന്നു. കാരണം സബ്മിഷൻ ഒരു ഡെഡ് ലൈന് സബ്മിഷൻ ചെയ്യണം, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രേഡ് കൊടുക്കുകയാണ്. പിന്നെ അത് അസസ് ചെയ്യുന്നതിന് വേറെ ഒരു ഗ്രേഡ് കൊടുക്കും. ഓക്കെ, ഇവിടെ ഒന്നും ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതാണ് ഇവിടെ പറയുന്നത്. കാരണം സബ്മിഷൻ ഗ്രേഡ് 2 പാസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം അവിടെ. പിന്നീട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. 20 മാർക്ക് ഗ്രേഡ് ഫോർ അസസ്മെന്റിന് കൊടുത്തു. ഓക്കെ, ഡെസിമൽ പ്ലേസ് ഇതൊക്കെ 0 തന്നെ കിടന്നാൽ മതി. ഇനി ഇവിടെ സബ്മിഷൻ സെറ്റിംഗ്സ് വേണം. ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിഷൻ, എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇതാണ്. ഡൗൺലോഡ് ദ അറ്റാച്ച്ഡ് വേർഡ് ഫയൽ, റൈറ്റ് കോഴ്സ് ഔട്ട്കംസ് ഫോർ എ കോഴ്സ് ഓഫ് യുവർ ചോയ്സ്, or revisit the course outcome of a course of your choice and review them by the quality check criteria given below, and mark this cross sign if the course outcome passes the check. അപ്പൊ ഇതാണ് ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫയൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഫയൽ വെച്ചിട്ടാണ്, അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അതിനകത്ത് ചെയ്യാൻ. ആ ഫയൽ നമുക്ക്
പിന്നീട് അറ്റാച്ച് ചെയ്താൽ മതി. തൽക്കാലം ഇങ്ങനെ പോകാം. മാക്സിമം നമ്പർ ഓഫ് സബ്മിഷൻ അത് ഒരെണ്ണമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ സബ്മിഷൻ അറ്റാച്ച്മെന്റ് അലോട്ട് ഫയൽ ടൈപ്സ് ഇവിടെ ഇപ്പൊ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. മാക്സിമം സബ്മിഷൻ അറ്റാച്ച്മെന്റ് സൈസ് അതൊരു 2 MB വേണമെങ്കിൽ കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ അലോ സബ്മിഷൻ ആഫ്റ്റർ ദ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ട് സബ്മിഷൻ അനുവദിക്കണമെന്നുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ അനുവദിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ നമ്മൾ തൽക്കാലം അനുവദിക്കുന്നില്ല. ഇനി അസസ്മെന്റ് സെറ്റിംഗ്സ് ആണ്. ഇൻസ്ട്രക്ഷൻസ് ഫോർ അസസ്മെന്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇൻസ്ട്രക്ഷൻസ്. ഇത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കോഴ്സ് ഔട്ട്കം നമ്മൾ ലിസ്റ്റ് ചെയ്തു. മേ ബി 5 or 6 കോഴ്സ് ഔട്ട്കംസ്. ദെൻ അത് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് അസസ്മെന്റ്. ആർ ദേ റിട്ടൺ യൂസിങ് ദ ആക്ഷൻ വെർബ്സ് ടു സ്പെസിഫൈ ഡെഫിനിറ്റ് ആൻഡ് ഒബ്സർവബിൾ ബിഹേവിയർ. ബ്ലൂംസ് ടാക്സോണമി ആക്ഷൻ വെർബ്സ് വെച്ചിട്ടാണോ ചെയ്തെന്നുള്ളത്. ചെക്ക് 2, ഡസ് ദ ലാംഗ്വേജ് ഡിസ്ക്രൈബ് ദ സ്റ്റുഡൻസ് ടാർഗറ്റ് rather than the teacher's behavior. നമുക്കറിയാം ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ അത് സ്റ്റുഡൻസിന്റെ ടാർഗറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഡിസ്ക്രിപ്ഷനിൽ വരുന്നുണ്ടോ ഔട്ട്കമിന്റെ. ദെൻ ചെക്ക് 3, ഡു ദ ഔട്ട്കം ക്ലിയർലി ഡിസ്ക്രൈബ്സ് ദ എക്സ്പെക്ടഡ് എബിലിറ്റീസ്, നോളജ് ആൻഡ് വാല്യൂ ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ദ കോഴ്സ്. അപ്പൊ അവരുടെ എബിലിറ്റീസ്, അവരുടെ നോളജ് അതൊക്കെ അവിടെ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ടോ ഈ ഔട്ട്കം എഴുതിയിരിക്കുന്നത് വരുമ്പോൾ. Then, is it possible to collect accurate and reliable data for the outcome? So, outcome based education നമുക്കറിയാം ക്ലിയർ ആയിട്ടൊരു ഔട്ട്കം അവിടെ വേണം, അല്ലെങ്കിൽ ഒരു അറ്റൈൻമെന്റ് ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ കോഴ്സ് ഔട്ട്കം എഴുതിയിരിക്കുന്ന വെച്ചിട്ട് is it possible to collect accurate and reliable data for the outcome? ഇതാണ് നമ്മുടെ അസസ്മെന്റ് സെറ്റിംഗ്സ്, അല്ലെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോർ അസസ്മെന്റ്. അപ്പൊ അത്രയും കൊടുത്തു. പിന്നെ അഗൈൻ സ്റ്റുഡൻസ് മേ അസസ് their own work. അത് വേണമെങ്കിൽ അലോ ചെയ്യാം, ഇത് നിർബന്ധമില്ല. പിന്നെ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം, കാരണം ഇതൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എക്സാമ്പിൾ സബ്മിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം അവിടെ കൊടുക്കുക, ഇങ്ങനെ ആയിരിക്കണം സബ്മിഷൻ വേണ്ടതെന്നുള്ള ഒരു എക്സാമ്പിൾ വേണേൽ കൊടുക്കാം. അതെല്ലായിടത്തും ആവശ്യമില്ല. ദെൻ ഇനിയാണ് ഇമ്പോർട്ടന്റ് അവൈലബിലിറ്റി. ഇത് ഓപ്പൺ ഫോർ സബ്മിഷൻ ഫ്രം എന്ന് മുതലാണ് ഇത് നമ്മൾ സബ്മിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഇന്നത്തെ ഡേറ്റ് ആണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. സോ സപ്പോസ് വി ആർ ഓപ്പണിംഗ് ദീസ് സബ്മിഷൻസ് ആൻഡ് അലോയിങ് ദ സ്റ്റുഡൻസ് ടു സബ്മിറ്റ് ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. ഇവിടുത്തെ ടൈം ഒക്കെ നിങ്ങൾക്ക് അതനുസരിച്ച് സെറ്റ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അഗൈൻ സബ്മിഷൻ ഡെഡ് ലൈൻ ഇത് 27th, ടുഡേ ഇസ് 27. നമ്മളൊരു നെക്സ്റ്റ് ഡേയിലേക്ക് അത് വേണമെങ്കിൽ മാറ്റാം. നെക്സ്റ്റ് ഡേ ആണ് സബ്മിഷൻ ഡെഡ് ലൈൻ. അപ്പം ഒരു ഡേ ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി സബ്മിഷൻ ഡെഡ് ലൈൻ കഴിഞ്ഞാൽ ഇവര് നെക്സ്റ്റ് ഫേസിലേക്ക് സ്വിച്ച് ചെയ്യണം. ദാറ്റ് മീൻസ് അടുത്ത ഫേസ് എന്ന് പറയുന്നത് അസസ്മെന്റ്, സ്റ്റുഡൻസ് തന്നെ പിയർ ഇവാലുവേഷൻ നടത്തുന്ന സ്റ്റേജ് ആണ്. അപ്പൊ ഈ ഒരു ടൈം കഴിഞ്ഞാൽ അങ്ങോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെ നമ്മൾ ടൈം കൊടുക്കണം, കാരണം 28-നാണ് ടൈം നമ്മൾ വെച്ചിരിക്കുന്നത്. സബ്മിഷൻ ഡെഡ് ലൈൻ 28 സെപ്റ്റംബർ. ഓക്കെ, ഇതാണ് 13:38 ആണ്. എന്നുവെച്ചാൽ 1:38 ആണ്. അപ്പം ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുക, 39 or 40 എല്ലാം വെച്ചാൽ മതി. 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ സബ്മിഷൻ ഡെഡ് ലൈൻ കഴിഞ്ഞു. ഇനി ആർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. only the students can assess the submissions. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഡെഡ് ലൈൻ ഫോർ അസസ്മെന്റ്, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഡെഡ് ലൈൻ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. 28th ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ഡേ വേണമെങ്കിൽ 29. അപ്പം ഇവിടെ നമ്മൾ അവൈലബിലിറ്റി ഓപ്പൺ ഫോർ സബ്മിഷൻ ഡെഡ് ലൈൻ we have given, then automatically it will switch for assessment, and the deadline for assessment, that also we can give there. ഇനി ഇവിടെ റെസ്ട്രിക്റ്റ് ആക്സസ് ഒക്കെ ആരെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിലൊക്കെ ഉള്ള കേസസ് ആണ്. അതൊക്കെ നമുക്ക് വേണം സ്കിപ്പ് ചെയ്യാം.
ആക്ടിവിറ്റി കംപ്ലീഷൻ ടൈം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഷോ ആക്ടിവിറ്റി ആസ് കംപ്ലീറ്റ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ് ഇട്ടാലും മതി. എക്സ്പെക്ടഡ് കംപ്ലീഷൻ എല്ലാം കഴിയുന്ന ഒരു ടൈം വേണമെങ്കിൽ ഒരു 30th ഇടാം. ഏകദേശം നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നു. നമ്മൾ തിരിച്ച് വീണ്ടും പേജിലേക്ക് പോവാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വീണ്ടും ആക്ച്വലി ആ ഫസ്റ്റ് പേജ് ചെയ്തു, ടൈംസ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ പേജിനകത്തേക്ക് കയറുക. ജസ്റ്റ് എൻ്റർ ഇൻ ടു ദ പേജ്. ഇവിടെയാണ് ആ ഫേസ് ഉള്ളത്. സെറ്റപ്പ് ഫേസ് ആണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് സബ്മിഷൻ ഫേസിലേക്ക് പോകും. അത് കഴിഞ്ഞ് അസസ്മെന്റ് ഫേസിലേക്ക് പോകും. പിന്നെ ഗ്രേഡ് ഇവാലുവേഷൻ ആണ്, അത് നമ്മൾ ടീച്ചേഴ്സ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സെറ്റ് ദ വർക്ക്ഷോപ്പ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ചെയ്തു. പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിഷൻ ചെയ്തു. ഇനി അസസ്മെന്റ് ഫോം ജിനോമിയ സൈറ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ റൂബ്രിക്സ് കൊടുക്കുകയാണ്. കാരണം ഈ അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് ഇത് ചെല്ലുമ്പോൾ എന്താണ് റൂബ്രിക്സ് എന്നുള്ളത് അത് ഓൾറെഡി നമ്മൾ ഒരുമിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഓരോ റൂബ്രിക്സും എടുത്തു കൊടുക്കണം. ആസ്പെക്ട് 1, then ആസ്പെക്ട് 2, ആസ്പെക്ട് 3 നമ്മൾ നേരത്തെ കൊടുത്ത ചെക്ക് ലിസ്റ്റ് ആണ്. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മുടെ റൂബ്രിക്സ് ഇവിടെ ഉള്ളത്. ഏത് ആസ്പെക്ട് വെച്ചിട്ടാണ് നമ്മളിത് അസസ് ചെയ്യുന്നത് സ്റ്റുഡൻസ്. ഓക്കെ, ഇനി അഡീഷണൽ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ആസ്പെക്ട് 1, ആസ്പെക്ട് 2, ആസ്പെക്ട് 3 വരെ എത്തി. ഇനി ആസ്പെക്ട് 4. ഇതെല്ലാം അസസ്മെന്റ് സെറ്റിംഗ്സിനകത്ത് വരുന്നതാണ്. അത് നമ്മൾ സേവ് ചെയ്തു. ഇനി അടുത്തത് സ്വിച്ച് ടു ദ നെക്സ്റ്റ് ഫേസ്. യു ആർ എബൌട്ട് ടു സ്വിച്ച് ദ വർക്ക്ഷോപ്പ് ഇൻ ടു ദ സബ്മിഷൻ ഫേസ്. നമ്മൾ സെറ്റപ്പ് കഴിഞ്ഞു. ഇനി സബ്മിഷൻ ഫേസിലേക്ക്, അതായത് സെറ്റപ്പ് നമ്മുടെ പാട്ടാണ്. നമ്മൾ ഈ ടാസ്കുകൾ, ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഇനി സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സബ്മിഷൻ ഫേസിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പം ഇത് കറണ്ട് ഫേസ് ഇവിടെ കാണിക്കുന്നത് ഇതാണ്. ദിസ് ഈസ് ദ സബ്മിഷൻ ഫേസ്. ഇനി സ്റ്റുഡൻസിന് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സെറ്റപ്പ് ഷെഡ്യൂൾഡ് അലോക്കേഷൻ, ഇവിടെ ഒരു റെഡ് ലൈൻ ഇവിടെ കിടപ്പുണ്ടാവും, റെഡ് ക്രോസ് ഉണ്ടാവും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അലോക്കേറ്റ് സബ്മിഷൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സബ്മിഷൻ ഫേസ് എന്ന് വെച്ചാൽ സബ്മിഷൻ ഫേസ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അടുത്ത ഫേസിലേക്ക് പോകും. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ കറന്റ് സ്റ്റാറ്റസ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് റിവ്യൂസ്, ഇത് നമുക്ക് ഒരു സ്റ്റുഡന്റ് 5 പേരെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. 5 അല്ലെങ്കിൽ ഒരു 3 ഒക്കെ ആക്കി വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 5 തന്നെ കൊടുത്താലും മതി. റിമൂവ് കറണ്ട് അലോക്കേഷൻസ്.
എന്തെങ്കിലും ഓൾറെഡി ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാണ് പാർട്ടിസിപ്പൻസ് ക്യാൻ അസസ് വിത്തൗട്ട് ഹാവിംഗ് സബ്മിറ്റഡ് എനിത്തിങ്. എന്ന് വെച്ചാൽ സബ്മിറ്റ് ചെയ്യാത്തവർക്ക് കൂടെ പിയർ ഇവാലുവേഷൻ വേണമെങ്കിൽ അവസരം കൊടുക്കാം. അതാണ് ഇത്. സാധാരണ ഇതിൽ എൻ്റെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സബ്മിറ്റ് ചെയ്തവർ വാലിഡേറ്റ് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ സെൽഫ് അസസ്മെന്റ് ഡിസേബിൾഡ് ആണ്. അത് നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോമാറ്റ് ആഡ് ചെയ്തിട്ടില്ല, അത് ആഡ് ചെയ്യാനുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ആയി. നമുക്ക് ഇവിടെ നോക്കി അറിയാം, വേണമെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇപ്പം സബ്മിഷൻ ഫേസിലാണ് നിൽക്കുന്നത്. സബ്മിഷൻ ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിങ് ഹാസ് ബീൻ ഷെഡ്യൂൾഡ്, ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ ടൈം പറഞ്ഞിട്ടുണ്ട്. 27 സെപ്റ്റംബർ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. നാളെ ഉച്ചവരെയുണ്ട്. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഫേസിലേക്ക് സ്വിച്ച് ചെയ്യും. ഇതെല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫോമാറ്റ് കൊടുക്കും, അത് ഡൗൺലോഡ് ചെയ്യാൻ. അത് HTML അറിയാവുന്നവരാണെങ്കിൽ അതിനകത്ത് കയറി നമുക്ക് ആ കോഡ് എഴുതി ചെയ്യാം. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത് ഇത് ഒന്നുകൂടെ ആഡ് ചെയ്യുക, ഒരു ഫയലായിട്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി, ലോഡ് ചെയ്താൽ മതി. Okay, download the file for task, course outcome and quality check. നമ്മളൊരു ഫയൽ ചൂസ് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. അതവിടെ അപ്ലോഡഡ് ആയി. ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി സ്റ്റുഡൻസിന് അവർക്ക് കയറി ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. അവർക്ക് അവരുടെ ലോഗിനിൽ കയറുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ ആഡ് സബ്മിഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അസസ്മെന്റിലേക്ക് അവിടെ പോകും. അവിടെ ഈ ഓരോ ആസ്പെക്റ്റിനും എത്ര റേറ്റിംഗ് ഇടണം എന്നുള്ളത്, ടോപ്പ് 10-ലാണ് സാധാരണ ഗ്രേഡ് വരുന്നത്, അതവിടെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു 3 പേരല്ല 5 പേരാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുത്തെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഇത് അനോണിമസ് ആണ്, സ്റ്റുഡൻസിന് ആരാണ് ഇത് ഇവാലുവേറ്റ് ചെയ്തതെന്ന് അറിയാൻ സാധിക്കത്തില്ല. സോ ഇതാണ് വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി. ഇസ് ഇറ്റ് ഓക്കെ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ അതിനകത്ത് കയറിയാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ആഡ് സബ്മിഷൻ എന്ന് പറഞ്ഞുണ്ടാവും. ഹൗ ടു സീ ദ റെക്കോർഡഡ് വീഡിയോസ്. റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് LMS കയറിയാൽ കിട്ടും. ഓക്കെ, സബ്മിഷൻ നടത്താത്തവർക്ക് നമുക്കൊരു ഒന്നുകൂടെ നമുക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാം. ലാസ്റ്റ് നമുക്കൊന്ന് പറയാം, ഇൻ കേസ് നിങ്ങൾക്ക് അത് മിസ്സായിട്ടുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി. നിങ്ങൾ ആ ആക്ടിവിറ്റി നമ്മുടെ LMS ഉള്ളത് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ how to assess the submission. മനസ്സിലാക്കുന്നത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമെന്നല്ലേ, അത് കാണാം. നമുക്ക് ലാസ്റ്റ് ഇവാലുവേഷൻ ഫേസിൽ വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ടീച്ചറായിട്ട് കയറുമ്പോൾ അത് കാണാം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ഫൈൻ ഫോർ യു നോ. ദെൻ വി വിൽ ജസ്റ്റ് ഡിസ്കസ് ദാറ്റ് വിക്കി ഓൾസോ. കഴിഞ്ഞ ദിവസം അത് ഇച്ചിരി സ്പീഡിലാണ് പോയത്, കാരണം ലെസൺ ആക്ടിവിറ്റി ഒന്ന് തീർക്കണമായിരുന്നു. പിയർ അസസ്മെന്റ്, പിയർ അസസ്മെന്റ്
നമുക്ക് കാണാം, ടീച്ചേഴ്സിന് കാണാൻ പറ്റും പിയർ അസസ്മെന്റും ആര് അസസ് ചെയ്തെന്നും നമുക്ക് ആ ഗ്രേഡിങ്ങും എല്ലാം കിട്ടും. ഇതിനകത്ത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം എന്താ പറയുന്ന ഒരു ഔട്ട്ലിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആരെങ്കിലും കൂടുതൽ മാർക്ക് കൊടുക്കുന്ന അങ്ങനെയുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്ത് വരുന്ന കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മിനിമം ടൈമിൽ നമുക്ക് ഇതിൽ കൂടുതൽ പറ്റത്തില്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. Then definitely we will have some sessions for the advanced level. അതും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലായിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് ലെസൺ ആക്ടിവിറ്റി അല്ലെ വർക്ക്ഷോപ്പ് തന്നെ ഒരു വെബിനാർ പോലെ കഴിഞ്ഞ FDP തന്നെ അത് ഡിസ്കസ് ചെയ്തതാണ്. പ്രോബ്ലി we can schedule that in future once you are comfortable with all the basic things. Okay, so we will just pass on to Wiki also. Okay, then here also we will just add an activity same way. Okay, Wiki also we will, yeah, നമ്മൾ ഓൾറെഡി കിടക്കുന്ന LMS കിടക്കുന്ന തന്നെ എടുക്കാം. We should have a heading like this, assessments using Padlet. അതാണ് നമ്മൾ LMS ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതാണ്. Display description on course page. First page name, അതൊരു ഷോർട്ട് നെയിമോ അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് തൽക്കാലം കൊടുക്കാം. ഇതൊരു കൊളാബറേറ്റീവ് വിക്കിയാണ്. നമുക്ക് വിക്കിപീഡിയ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അറിയാമല്ലോ. ദെൻ ഫോമാറ്റ് HTML ഫോമാറ്റ് ആണ്, അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട. റെസ്ട്രിക്ട് ആർക്കെങ്കിലും ആക്സസ് ഡിനൈ ചെയ്യണമെങ്കിൽ അവിടെ നോക്കിയാൽ മതി. ഷോ ആക്ടിവിറ്റി ആസ് കംപ്ലീറ്റ് വെൻ കണ്ടീഷൻസ് ആർ മെറ്റ്. അതെപ്പോഴും നമുക്ക് LMSൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഈ ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരു 30th വരെ വേണമെങ്കിൽ ടൈം ഇടാം. ഓക്കെ, നമ്മൾ ആ ഫസ്റ്റ് സെറ്റപ്പ് കഴിഞ്ഞു. അതായത് പേജിന്റെ പേര് കൊടുത്തു, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഷെയർ യുവർ തോട്ട്സ് ഓൺ അസസ്മെന്റ്സ് യൂസിങ് പാഡ്ലെറ്റ്. ഇതാണ് നമ്മൾ ഈ വിക്കിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്. കൊളാബറേറ്റീവ് ആണ്. ബാക്കി ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉള്ളതാണ്. കാരണം ഇതിനകത്ത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രൂപ്പ് ഒന്നും പ്രത്യേകിച്ച് ഫോം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് തന്നെയായിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഒരു ഗ്രൂപ്പിന് മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ പിന്നീട് ഒന്ന് എക്സ്പ്ലെയർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഈ പേജിനകത്തേക്ക് പോവാണ്. നമ്മൾ പേജ് സെറ്റ് ചെയ്തു. ഈ പ്രോസസ് ഒക്കെ എല്ലാത്തിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വിക്കിപീഡിയയ്ക്ക് ആണെങ്കിൽ നമ്മൾ പേജസ് ആണ് ഫോം ചെയ്യുന്നത്. ഒരു പേജ് ചെയ്തു, പിന്നെ സബ് പേജസ് പോയി, അങ്ങനെയാണല്ലോ വിക്കിപീഡിയ അല്ലേ? വേണമെങ്കിൽ ഒന്ന് വിക്കിപീഡിയ എടുത്ത് നോക്കാം. നമുക്കറിയാം ഇതുപോലെ ഓരോ പേജ് പോകും, പിന്നെ അതിന്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതുപോലെ കണ്ടൻസ്, ടാക്സോണമി, ഇതെന്തോ എന്തോ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. അപ്പൊ നമുക്ക് അതുപോലെ ഓരോ പേജ് ഇങ്ങനെ പോകും. നമ്മള് ഇതിനകത്ത് ടാക്സോണമി ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, സ്കൾ ആൻഡ് ടീത്ത് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ, ഇക്കോളജി ആൻഡ് ബിഹേവിയർ. ഈ സെയിം മെത്തേഡാണ് വിക്കിയിലും വരിക. അപ്പൊ നമ്മൾ വിക്കിയുടെ പേജ്, അതിന്റെ എന്താണ് അതിന്റെ കവർ പേജ്, അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഇതിനകത്തൊരു പേജ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ HTML ഫോമാറ്റ് തന്നെ. അപ്പൊ അതിനകത്ത് വേറെ ചേഞ്ച് ഒന്നുമില്ല. ക്രിയേറ്റ് പേജ്. ഓക്കെ, ഇവിടെ നമ്മളൊരു അസസ്മെന്റ്സ് യൂസിങ് പാഡ്ലെറ്റ് എന്നുള്ളതാണ് പേജ്.
അതിനകത്ത് നമുക്ക് പല പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് പാഡ്ലെറ്റിന്റെ എങ്ങനെ നമുക്ക് അസസ്മെന്റ്സ് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് ബ്രെയിൻ സ്റ്റോമിങ്. നമ്മളതിവിടെ ആഡ് ചെയ്തു. ഇവിടെ ഇതൊരു ലിങ്ക് ആയിട്ട് വരണം. അതുകൊണ്ട് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് 2 സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കൊടുക്കും. ഇത് ഉദ്ദേശിക്കുന്ന ഇതാണ്, അസസ്മെന്റ്സ് യൂസിങ് പാഡ്ലെറ്റ് എന്നുള്ളതാണ് നമ്മുടെ പേജ്. ആ പേജിനകത്തെ ഒരു സബ് ടോപ്പിക്കാണ് ബ്രെയിൻ സ്റ്റോമിങ്. എന്ന് വെച്ചാൽ പാഡ്ലെറ്റ് വെച്ചിട്ട് നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് നടത്താം. അതൊരു അസസ്മെന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കൗണ്ടർ എക്സാമ്പിൾസോ, അല്ലെങ്കിൽ കുറെ ടോപ്പിക് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റിൽ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അതിനകത്ത് വീണ്ടും സബ് ടോപ്പിക് ആയിട്ട് എടുക്കാം. ദെൻ യു ക്യാൻ ആഡ് ടോപ്പിക്സ് റിലേറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്ട്. അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അപ്പൊ ഇതൊരു സബ് ടോപ്പിക്, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു സബ് ടോപ്പിക് ഇത് ഞാൻ ഒരെണ്ണം കൂടെ, ഓക്കെ, അസൈൻമെന്റ്സ് ആൻഡ് ടാസ്ക്, അത് നമുക്ക് പാഡ്ലെറ്റ് വഴി ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ 2 സബ് ടോപ്പിക് നമ്മൾ വെച്ച്, അങ്ങനെ നമുക്ക് എത്ര സബ് ടോപ്പിക്സ് വേണേലും ചെയ്യാം. മേ ബി 10 or 15. അതായത് പാഡ്ലെറ്റ് കൊണ്ട് ഏതൊക്കെ തരത്തിൽ അസസ്മെന്റ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് സബ് ടോപ്പിക്സ് ആഡ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സബ് ടോപ്പിക്സ് ആയിട്ട് വരും. ഉണ്ടോ, സബ് ടോപ്പിക് ആയിട്ട് വന്നു. അപ്പം ബ്രെയിൻ സ്റ്റോമിങ് അതൊരു സബ് ടോപ്പിക്കാണ്. ഇനി ഇതിനകത്ത് നമുക്ക് പുതിയൊരു പേജ് ബ്രെയിൻ സ്റ്റോമിങ് അകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്ത് പോകും. ഇതിപ്പം ബ്രെയിൻ സ്റ്റോമിങ് ആണ്. ഇപ്പൊ ആരെങ്കിലും എടുത്ത് ഇതിനകത്തൊരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. വിക്കിയുടെ ഒരു കോൺസെപ്റ്റ് ഇതേ ഉള്ളൂ. പിന്നെ നമ്മളത് എങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രം ക്രിയേറ്റിവിറ്റി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കണം. വിക്കിയുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അത് പല ടോപ്പിക്സ്, പല സബ് ടോപ്പിക്സ് നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്താൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? എനി ഡൗട്ട്സ്? ഓക്കെ, കമ്പാരിറ്റീവ്ലി ഈസിയാണ് വിക്കി. ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇങ്ങനെ ഒരു വിക്കി കുറച്ച് കണ്ടക്ട് ഡെവലപ്പ് ചെയ്താൽ ഈവൻ വി ക്യാൻ പബ്ലിഷ് ഇറ്റ് ആസ് എ ബ്ലോഗ്. സ്റ്റുഡൻസിന്റെ ഒരു എല്ലാവരുടെയും കൂടെ കൊണ്ട് ഒരു കമ്പൈൻ ഡിഫോൾട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കൊറോണയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതിന്റെ വേരിയൻസ് വേണമെങ്കിൽ സബ് ടോപ്പിക്സ് ആയിട്ട് കൊണ്ടുവരാം. പിന്നെ ഓരോ കൺട്രിയുടെ അനാലിസിസ് വേണമെങ്കിൽ ഓരോ കൺട്രിയിൽ അതെങ്ങനെ അഫക്റ്റഡ് ആയി അങ്ങനെയുള്ള ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇന്ററാക്റ്റീവ് ആയിട്ട് സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.